ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ CBZ എക്സ്ട്രീം വണ്ടി. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി നമുക്ക് ഉപയോഗിക്കാണ്ട് കുറച്ചാൾ കയറ്റി വെച്ചേർന്ന് അങ്ങനെ ഡാമേജിലേക്ക് പോയ കംപ്ലൈൻറ്റാണ് വണ്ടിയാണ്. അതിനകത്ത് നമുക്ക് ടാങ്കിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ടായിരുന്നു. ടാങ്ക് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്. കാരണം മാക്സിമം നമുക്ക് പ്രഷറിൽ വാഷ് ചെയ്തിട്ടൊക്കെയാണ് എടുത്തേണേ. പക്ഷെ എന്നാൽ പോലും തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പെട്രോൾ നമുക്കൊരു 100 രൂപയുടെ പെട്രോളാണ് അടിച്ചേക്കണേ. അപ്പോൾ ഒരല്പം ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഓയിൽ മയം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കൂടുതൽ പെട്രോൾ അടിക്കുക, എന്നിട്ടൊരു നിസ്സാരം ഓയിൽ, അതായത് ഒരു 220 പമ്പിൽ തന്നെ പറഞ്ഞാൽ കിട്ടും. കുറച്ച് ഓയിൽ മിക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു സ്മോക്കിൻ്റെ പ്രോബ്ലം കാണിക്കുക ഓയിൽ കത്തി തീരുന്നവരെ, ആ പെട്രോൾ കത്തി തീരുന്നവരെ. പക്ഷേ എന്നാൽ പോലും ഒരു ഓയിൽ മയം അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ കൂടുതൽ തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് അതൊരു ഗുണം ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തേക്കണ വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാർബറേറ്റർ അസംബ്ലിയൊക്കെ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ച് നല്ല പ്രോബ്ലം ആയിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്താലൊന്നും കറക്റ്റായിട്ട് കിട്ടാറില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് 2 കംപ്ലയിൻറ്റ് നമ്മളിപ്പോൾ വീണ്ടും റിപ്പീറ്റ് കാണിച്ചായിരുന്നു. ഒന്ന് പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചു. നമ്മളിപ്പോൾ രണ്ടാമത് അഴിക്കാൻ വേണ്ടി ഇപ്പോൾ കയറ്റിയാണ്. അഴിച്ച് ക്ലീൻ ചെയ്ത് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം കാണിച്ചിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നതാണ്. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തും കുറേ നേരത്തേക്ക് ഒരു സ്റ്റാർട്ടായി കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റാണ്. അതൊന്ന് വണ്ടി സ്റ്റാർട്ടായിട്ട് എഞ്ചിൻ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ഓടിച്ചു നോക്കിയിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും മിസ്സിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് വരാണ് കൂടുതലായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ചെയ്തേക്കുന്ന ദിവസം എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ വന്ന കാർബൺ മാറ്റിയിട്ടുണ്ട്. ബ്രഷ്, സെൽഫിൻ്റെ ബ്രഷ് അത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. സെൽഫിൻ്റെ റിലേ യൂണിറ്റ് മാറ്റി പുതിയത് വെച്ചേക്കണേ. ബാറ്ററി കംപ്ലയിൻ്റ് ആയിരുന്നു, അത് മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ആംബ്രോൻ്റെ വെച്ചേക്കണേ. പിന്നെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ പ്ലഗ് മാറ്റിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറ്റി, കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ് ഫുള്ള് MC ഇതിൻ്റെ കിറ്റ്, ഇപ്പോൾ MC ഫുൾ കിറ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഈ ലിവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് അടിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡിസ്ക് പ്ലേറ്റിൻ്റെ കംപ്ലയിൻറ്റ്, ഡിസ്ക് പാഡ് വലിയ പഴക്കമുണ്ടായതല്ല, പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് തുരുമ്പ് പിടിച്ച് പൊളിഞ്ഞു പോകുന്നേക്കായിരുന്നു. അപ്പോൾ അതും മാറ്റി അതിൻ്റെ ഫുള്ള് ഉള്ളിൽ തന്നെ പിസ്റ്റണൊക്കെ മാറ്റി, കാലിപ്പർ അസംബ്ലി മാറ്റിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൺ സീൽ, ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയേക്കുന്ന പാർട്സ്. മാസ്റ്റർ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റാണ്. ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഇത് കണ്ടോ നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ തുരുമ്പ് പിടിച്ചിട്ട് അത് പൊളിഞ്ഞു പോയിരുന്നതാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്ന ജെറ്റാണത്, സ്ലോ ജെറ്റ് എന്ന് പറയുന്നത്, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൽഫിൻ്റെ റിലേ. ഇത് മാറ്റേണ്ട കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം ജസ്റ്റ് നമ്മൾ അടിക്കുന്ന സമയത്ത് കയറി സ്റ്റക്കാവുന്ന പോലെ ഒരു പ്രോബ്ലം കാണിച്ചു. അതങ്ങനെ കാണിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും റിപ്പീറ്റ് അത് വരാൻ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ടാണ് മാറ്റിയിട്ടാണ്. കാരണം അതല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ലൈൻ, ബാറ്ററിയിൽ നിന്ന് ത്രൂ ഔട്ട് ലൈനാണ്. അപ്പോൾ അത് ഷോർട്ടിങ് വന്നു കഴിഞ്ഞാൽ നേരിട്ട് സെൽഫ് മോട്ടറിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ താക്കോൽ ഓഫ് ചെയ്താലും ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനും കൂടിയിട്ടാണ് ഇത് മാറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഹോൺ അസംബ്ലി, ഹോൺ വർക്കിംഗ് കറക്റ്റ് അല്ലായിരുന്നു, അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്രോൾ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇതിനകത്തൊക്കെ പെട്രോൾ ടാപ്പിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് തുരുമ്പാണ്. അപ്പോൾ അതും നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് ലിവർ മാറ്റിയേക്കുന്നത്. ബാറ്ററി നമുക്ക് ഇത് 200 SF സോണിക്കിൻ്റെ ആണ്. ഇപ്പോൾ നമ്മൾ ഈ വെച്ചേക്കുന്ന ആംബ്രോൻ്റെ ബാറ്ററിയാണ്, 2 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററിയാണ്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ബാക്ക് ബ്രേക്കൊന്നും തീരെ ഉണ്ടായില്ല. അത് നമ്മൾ ജസ്റ്റ് ഡിസ്കിൻ്റെ ഭാഗം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എയർ പമ്പിങ്, ജസ്റ്റ് എയർ ഒന്ന് ക്ലിയർ ചെയ്തിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കേസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെയിനൊക്കെ ഓൾറെഡി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണേ. മാക്സിമം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ചെയിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇത്രയും കേസാണ് മെയിനായിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ കോൺസെപ്റ്റിൻ്റെ ഒരു അടിയൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ നമുക്ക് ബോൾഡർ റൈസർ കഴിച്ച് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രോബ്ലം, കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. അതായത് ഓവർഫ്ലോ ആണെങ്കിൽ ഈ പറഞ്ഞിട്ട് നമുക്ക് മാറ്റി കളയേണ്ടി വരും. മിസ്സിങ്ങിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരാണെങ്കിൽ അതും മാറ്റി കളയേണ്ടി വരും. കാരണം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യാം. കാലത്ത് കുറേ നേരം വെച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്താം, ആക്സിലേറ്റർ സടക്ക് കൊടുക്കാൻ നിന്നാൽ പെട്ടെന്ന് ഓഫായി പോകും. അത് ശരി എയർ പിടിച്ച് ഓഫ് ആവണമാണ്. ആ ഒരു കംപ്ലയിൻ്റാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ അത് കൂടുതലായിട്ട് വരാണ് ഒന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, കാർബറേറ്റർ മാറ്റി വയ്ക്കണം. ഇനി അതേപോലെ തന്നെ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നിൽക്കണ്ട. എങ്ങനെ ചെയ്താലും നമുക്കത് റെഡി ആവാനും പോകില്ല. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി കഴിഞ്ഞാൽ ഈ 2 പ്രോബ്ലം, മോർണിംഗിലെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം മാറിക്കോളും.
ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് മാറിക്കോളൂ കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് കാർബേറ്ററിൻ്റെ കേസ് കോമൺ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട്, കൂടുതൽ കംപ്ലയിൻറ്റ്സ് കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കേസ് എടുത്ത് പറയുന്നതിൻ്റെ കേസ്. ബാക്കിയത്തെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് ബില്ലായി കഴിയുമ്പോഴത്തേക്കും വിളിക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ബോഡി ഒന്ന് കയറ്റാം, ആ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ കൂടുതൽ സമയം വണ്ടി വെക്കുന്ന സമയത്ത് ആ പെട്രോൾ ടാപ്പ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇടാനായിട്ട് നോക്കാം. ഇതേപോലെ കറക്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക. ആവശ്യ സമയത്ത് മാത്രം ഓണാക്കി കൊടുക്കുക, ഓടിക്കുന്ന സമയത്ത് മാത്രം ഓണാക്കി കൊടുക്കുക കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കണേ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ബില്ലായി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.